نازنین ناز نکن در رو کسی باز نکن نازنین غر نکن زندگی موزه نکن زندگی موزه അസ്സലാമു വറഹ്മത്തുള്ളാഹി. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയാണ് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ്. അടിപൊളിയല്ലേ, സെറ്റ് അല്ലേ, ഉഷാറല്ലേ? യെസ് മക്കളെ, അപ്പോ ഇന്ന് നമ്മള് അറബിക്കിന്റെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി പോവാണ്. 1ാം ക്ലാസ്സിലുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. എന്റെ മക്കൾ എല്ലാവരും സെറ്റ് അല്ലേ പഠിക്കാൻ വേണ്ടിയിട്ട്? ഞാനിവിടെ സെറ്റായി നിൽക്കുന്നുണ്ട് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട്. അപ്പോ വഹദത്തുൽ ഖാമിസ 5ാമത്തെ പാഠം മുതൽ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് എന്ന് നമുക്ക് നോക്കാം. നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് മക്കളെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളുടെ ഈ ഒരു പാഠഭാഗത്ത് നമ്മൾ ഒരുപാട് പേരുകൾ നമ്മൾ പഠിക്കുന്നുണ്ട് അറബിയിൽ അല്ലേ. ഞാൻ കാണിച്ചു തരാം. അപ്പൊ ആ പേരുകളൊക്കെ നമ്മൾ പഠിക്കണം നിർബന്ധമാണ്. അതേപോലെ തന്നെ നമ്മൾ എണ്ണങ്ങൾ പഠിക്കുന്നുണ്ട്, നമ്മൾ പഠിക്കണം നിർബന്ധമാണ്. അതേപോലെ തന്നെ നമ്മൾ കളേഴ്സ് പഠിക്കുന്നുണ്ട്, ആ കളേഴ്സ് നമ്മൾ പഠിക്കണം നിർബന്ധമാണ്. ഓക്കെ, റെഡിയാണോ? അപ്പോ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ താഴെ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്, അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിന്റെ താഴെ ഒരു ലൈക്ക് ഓക്കെ, ഒരു ലൈക്ക് നമുക്ക് നമ്മുടെ വീഡിയോന് വേണ്ടി ചെയ്യുക. പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കുക. സെറ്റാക്കുക, ഉഷാറാക്കുക, അടിപൊളിയാക്കുക. ഓക്കെ, യെസ് ഗൈസ്, നമ്മൾ പോവുകയാണ്. അപ്പോ ഒന്നാമതായിട്ട് തന്നെ നമുക്കിവിടെ ത്വആം എന്ന് പറഞ്ഞിട്ടുള്ള ചെറിയൊരു സംഭവം ഇവിടെ കാണില്ലേ. ത്വആം എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാം, അത് ഭക്ഷണമാണ് അല്ലെ. അപ്പൊ അതൊക്കെ നമ്മൾ പോവാണ്, ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്, ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, യെസ് ഗൈസ്, ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ് അല്ലെ. അസൽ എന്താ? അസൽ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളെ മക്കൾക്ക് എന്തായാലും അറിയണം. അസൽ എന്ന് പറഞ്ഞാൽ തേനാണ് അല്ലെ. അസൽ എന്ന് പറഞ്ഞാൽ മക്കളെ എന്താണ്? തേനാണ്. നമുക്കത് പഠിക്കാം കേട്ടോ, നമുക്കത് പഠിക്കാം. ഇവിടെ മസാ ഉൽ ഖൈർ പറയുന്നുണ്ട്. മസാ ഉൽ ഖൈർ എന്ന് പറഞ്ഞാൽ മസാ നൂർ എന്നാണ് മറുപടി പറയുക അല്ലെ. ഒരു ക്ലാസ്സിൽ ഒരു അധ്യാപകൻ അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ, ഒരു ടീച്ചർ ഒരു ക്ലാസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മളോട് പറയുന്നത് സുബ്ഹാനുൽ ഖൈർ അല്ലെ. രാവിലെ ആണെങ്കിൽ ഗുഡ് മോർണിംഗ് ടു ഓൾ അല്ലെ. അപ്പൊ എല്ലാവരും പറയും ഗുഡ് മോർണിംഗ് അല്ലെ, ഗുഡ് മോർണിംഗ് സർ അല്ലെ. പിന്നെ കൈഫൽ ഹാൽ, ഹൗ ആർ യു അല്ലെ, ഹൗ ആർ യു, എല്ലാവർക്കും സുഖാണോ, ഹൗ യു ഓൾ, എല്ലാവർക്കും സുഖാണോ. അപ്പോൾ നിങ്ങൾ പറയും സൈൻ, യാ ഫൈൻ സർ അല്ലെ. നമ്മളെപ്പോ പറയും സുഖാണെങ്കിലും അല്ലെങ്കിലും ഒക്കെ നമ്മൾ എന്താ പറയാ, സൈൻ എന്നല്ലേ പറയാ അല്ലെ. അത് നമ്മുടെ ശീലാണ് അല്ലെ. അപ്പോ മസാ ഉൽ ഖൈർ, മസാ നൂർ, സബാഹുൽ ഖൈർ, സബാഹുൻ നൂർ, ഇതൊക്കെ നമുക്ക് അറിയേണ്ടതാണ്. ഓക്കെ, റെഡി. അപ്പോ നമ്മളിതാ ഇവിടെ പുതിയൊരു സാധനം ഐനബ് എന്ന് പറഞ്ഞാൽ എന്താ ഇല്ലേ. ഇവിടെ അതിന്റെ ചിത്രം ഇവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഗ്രേപ്പ് ആണ് അല്ലെ, ഗ്രേപ്സിനാണ് എന്ത് പറയുന്നത്, ഐനബ് എന്ന് പറയുന്നത്. മുന്തിരിക്കാണ് നമ്മൾ ഐനബ് എന്ന് പറയുന്നത് അല്ലെ. അതിൽ നമ്മൾ ഐന് പഠിക്കുന്നുണ്ട് അല്ലെ. ഇത് ഐനബിനെടാ മക്കളെ നോക്കിയേ, ഐനബിലുണ്ടല്ലോ ഈ ഐനുണ്ടല്ലോ, ഇത് ഒഴിവാക്കിയിട്ട് നബ് എന്ന് മാത്രം, ഈ നബ് ഇങ്ങനെ ഉണ്ടല്ലോ, ഇതാ ഈ നബ് എന്ന് മാത്രം തരും. ഇവിടെ ഒരു ഡാഷ് തരും. അപ്പൊ ഇവിടെ നമ്മളിവിടെ എന്ത് ചെയ്യണം, ഐ എന്ന് എഴുതി കൊടുക്കണം. മനസ്സിലായോ? ഇവിടെ നമ്മൾ എന്താ എഴുതി കൊടുക്കേണ്ടത്, ഐ എന്ന് നമ്മളിവിടെ എഴുതി കൊടുക്കണം. അങ്ങനെ നമ്മളോട് എന്ത് ചെയ്യും, ചോദിക്കും. അങ്ങനെ ചോദിച്ചാൽ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റണം. ഓക്കെ, റെഡി. അപ്പൊ കണ്ടാ, യെസ്, ഇവിടെ തന്നെ ഇതാ കൊടുത്തിട്ട് ഇല്ലേ. അതേപോലെ തന്നെ ഇതാ വർദ്ധ കണ്ടോ. ഇതേപോലെയുള്ള സാധനം പരീക്ഷയ്ക്ക് എന്തായാലും നമ്മളോട് ചോദിക്കും. ഇങ്ങനെയുള്ള സാധനങ്ങളാണ് പരീക്ഷയ്ക്ക് വരിക. അപ്പൊ എന്റെ മക്കൾ എന്താണ്, നമ്മൾ ഇവിടെ പഠിച്ചിരിക്കുന്ന ഈ ഒരു സംഭവങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം എന്തായാലും. അതായത് കുറെ സാധനങ്ങൾ നമ്മളോട് പഠിക്കുന്നുണ്ട് അല്ലേ, കുറെ സാധനങ്ങൾ പഠിക്കുന്നുണ്ട്. ഐനബ് നമ്മളിപ്പോ പഠിച്ചു, അസല് പഠിച്ചു അല്ലേ. ഇനി ഇവിടെ നോക്ക്, ഫിൽ ഹദീഖത്തി വർദത്തുൻ അല്ലേ. ഫിൽ ഹദീഖത്തി വർദത്തുൻ, തോട്ടത്തിൽ എന്തുണ്ട്, ഫിൽ ഹദീഖ എന്ന് പറഞ്ഞാൽ തോട്ടത്തിൽ എന്തുണ്ട്, റോസ് ഉണ്ട്, റോസ് പൂവുണ്ട് അല്ലേ. റോസ് എവിടെയാണുള്ളത്, റോസസ് ആർ ഇൻ ദ ഗാർഡൻ അല്ലേ. ഗാർഡനിലാണ് എന്തുള്ളത്, റോസ് ഉള്ളത്. എവിടെയാണുള്ളത്, ഗാർഡനിൽ എന്തുണ്ട്, റോസ് ഉണ്ട്. ഫി എന്ന് പറഞ്ഞാൽ ഇൽ എന്നാണ്. ഫി ഫിൽ ഹദീഖത്തി വർദത്തുൻ. നല്ല രസമുള്ള റോസ് എവിടെയുണ്ട്, ഗാർഡനിലുണ്ട്. അതേപോലെ തന്നെ ഫിൽ ഹദീഖത്തി ഖിയാറുൻ, ഖിയാറുണ്ട്. ഹദീഖയിൽ എന്താ ഉള്ളത്, ഖിയാറുണ്ട്. തോട്ടത്തിൽ എന്തുണ്ട്, ഖിയാർ. ഫിൽ ഹദീഖത്തി ദുർറത്തുൻ, ചോളമുണ്ട് അല്ലേ. ചോളം, ഇതെന്താ, ചോളമാണ്, ചോളമുണ്ട്. എവിടെയുണ്ട്, ഫിൽ ഹദീഖ, ഫിൽ ഹദീഖ. ഫിൽ ബൈത്തി ഉമ്മുൻ,
വീട്ടിൽ ഉമ്മയുണ്ട്. ഫിൽ ബൈത്തി ഹാഫിലത്തുൻ, എന്റെ വീട്ടില് എന്തുണ്ട്, അല്ലെങ്കിൽ വീട്ടിൽ എന്തുണ്ട്, എന്റെ വീട്ടിലില്ല. ഫിൽ ബൈത്തി എന്ന് പറഞ്ഞാൽ വീട്ടിൽ എന്തുണ്ട്, ഹാഫില ബസ്സുണ്ട്. ഫിൽ ബൈത്തി സെയ്യാറത്തുൻ, വീട്ടിൽ സെയ്യാറയുണ്ട്. ഫിൽ ബൈത്തി കുറത്തുൻ, വീട്ടിൽ കുറത്തുണ്ട്. ഫിൽ ബൈത്തി, ഫിൽ മദ്രസത്തി, സ്കൂളിൽ. ഫിൽ ബുസ്താനി, പൂന്തോട്ടത്തിൽ. ഫിൽ ഹദീഖത്തി എന്ന് പറഞ്ഞാൽ എവിടെയാ, ഗാർഡനിൽ. ഫിൽ മൈദാനി, മൈതാനത്തിൽ. ഫിൽ സൂഖി, അങ്ങാടിയിൽ. അല്ലേ, ഫിൽ സൂഖി ഖദ്റവാത്തുൻ, സൂഖിൽ എന്തുണ്ട്, പച്ചക്കറികളുണ്ട്. ഖദ്റവാത്ത് അല്ലേ. നോക്കൂ, ഫിൽ ഹദീഖത്തി യഅസൂബുൻ, അല്ലേ, യഅസൂബുണ്ട്. ഇവിടെ കണ്ടോ, ഇവിടെ നമ്മൾ പഠിച്ച ഒരുപാട്. ഇത് നിങ്ങളുടെ ഏതിലുണ്ട് എന്നറിയോ? നിങ്ങൾക്ക് ഒരു വർക്ക് ബുക്ക് ഇല്ലേ, ആ വർക്ക് ബുക്കിൽ നിങ്ങൾക്ക് ഒരുപാട് സാധനങ്ങൾ എഴുതാനില്ലേ? അതിൽ ഇങ്ങനെയുള്ള സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇല്ലേ? അത് നോക്കണം കേട്ടോ. അത് നോക്കിയിട്ട് അടിപൊളിയായിട്ട് എഴുതണം. അപ്പൊ ഇവിടെ ദുർറ, ഖിയാറ്, യഅസൂബ് കണ്ടോ, ഈ സാധനം ഇമ്പോർട്ടൻ്റാ. പരീക്ഷയിൽ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നമ്മളോട് ചോദിക്കുന്നു പറഞ്ഞാൽ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് എഴുതാൻ വേണ്ടി പറ്റണം, വേണ്ടേ? അപ്പൊ ഈ ഒരു സാധനം എൻ്റെ മക്കൾ പഠിച്ചിരിക്കണം. അത് കഴിഞ്ഞിട്ട് അടുത്തത് എണ്ണമാണ്. കൗണ്ട് ചെയ്യാൻ നമുക്ക് അറിഞ്ഞിരിക്കണം. ഇവിടെ നിങ്ങൾ നോക്ക്, സമാനിയ അല്ലേ, നമ്മൾ ഏതുവരെ, സബ്അ വരെ നമ്മൾ പഠിച്ചു. അതിനുശേഷം സമാനിയ, തിസ്അ, അശ്റ അല്ലേ, 10 അല്ലേ, 8. ഇത് 8ആണ്, ഇത് 9ആണ്, ഇത് 10ആണ്. 8, 9, 10 കൂടെ സമാനിയ, തിസ്അ, അശ്റ. നമുക്കൊന്ന് എണ്ണി നോക്കാം. വാഹിദ് അല്ലേ, ഇത് നോക്കൂ, വാഹിദ്. പിന്നെയോ ഇസ്നാൻ, സലാസ, അർബഅ, ഖംസ, സിത്ത, സബ്അ, സമാനിയ. ഇതോ വാഹിദ്, ഇസ്നാൻ, സലാസ, അർബഅ, ഖംസ, സിത്ത, സബ്അ, സമാനിയ, തിസ്അ. ഇനി ഇത് നോക്കാം, വാഹിദ്, ഇസ്നാൻ, സലാസ, അർബഅ, ഖംസ, സിത്ത, സബ്അ, സമാനിയ, തിസ്അ, അശ്റ. അപ്പൊ 10 വരെ നമുക്ക് എന്തായാലും എല്ലാ മക്കൾക്കും എഴുതാനും അറിയണം. അത് അറബിയിൽ എഴുതാനും അറിയണം, അതിന്റെ എണ്ണം എഴുതാനും അറിയണം. അതേപോലെ തന്നെ അത് അക്കത്തിൽ എങ്ങനെയാ എഴുതുന്നത് നോക്കിയേ. ഇതാ 8 സമാനിയ ഇങ്ങനെയാ എഴുതുന്നത് അല്ലേ. അതേപോലെ തന്നെ തിസ്അ ഇങ്ങനെയാ എഴുതുന്നത്. പിന്നെ അശ്റ ഇങ്ങനെയാണ് എഴുതുന്നത്. അപ്പൊ അറബിയിൽ നമുക്ക് റൈറ്റ് ചെയ്യാനും റീഡ് ചെയ്യാനും നമുക്ക് അറിയണം. റൈറ്റ് ചെയ്യാനും അറിയണം, റീഡ് ചെയ്യാനും അറിയണം. അറബിയിൽ അക്കം വേണ്ടേ? വേണം. യെസ് ഗൈസ്, അപ്പൊ നമ്മൾ നേരെ അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. കണ്ടോ, ഫിഷാഹിനതി ദുർറത്തുൻ, ഷാഹിനയിൽ ദുർറയുണ്ട്. ഫിഷാഹിനതി അനാനാസുൻ അല്ലേ, ഫിഷാഹിനതി ഇനബുൻ, ഫിഷാഹിനതി തുഫാഹുൻ. ഇങ്ങനെ നമ്മളോട് ചോദ്യം ചോദിക്കും. അതായത് ചിത്രം ഇത് കണ്ടോ, ഇവിടെ ചിത്രം ഫീ തന്നു, ഇവിടെ ചിത്രം തന്നു. ഈ ചിത്രത്തിൽ ഈ സാധനത്തിന്റെ പേര് എഴുതാൻ പറയും. ഈ സാധനത്തിന്റെ പേരെന്താ? ഷാഹിന. ഈ സാധനത്തിന്റെ പേരെന്താ? ഈ സാധനത്തിന്റെ പേര് എന്താ? ഈ സാധനം എന്താ? ആപ്പിളിന് എന്താ പറയാ? തുഫാഹ്. എന്താ ഇതിനെന്താ പറയാ? അനാനാസ്. അല്ലെ, ഇതൊക്കെ നമുക്ക് അറിയുന്നതാ അല്ലെ. ഇങ്ങനെ നമ്മളോട് പരീക്ഷയ്ക്ക് ചോദിക്കുക. അതപ്പോ എന്റെ മക്കൾ എന്ത് ചെയ്യുക, ഇതും ഒന്ന് പഠിക്കുക. ഷാഹിന എന്ന് പറഞ്ഞ ആരാ? നിങ്ങളെ പുരയിലുള്ള ഷാഹിനിയ. ഷാഹിന എന്ന് പറഞ്ഞാൽ എന്താ? ലോറിയ അല്ലേ. ഓക്കെ, റെഡി. അത് കഴിഞ്ഞ് നമ്മൾ നേരെ അടുത്തയിലേക്ക് പോവാണ്. ഇതാ ഇവിടെ നോക്കൂ, ഇവിടെ അതേപോലെ തന്നെ ഇവിടെ കുറെ സാധനങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ. എന്തൊക്കെയാ കൊടുത്തത്? ഇതാ ജമീലുൻ, ഭംഗിയുള്ളത്. കബീറുൻ, വലുത്. സഈറുൻ, ചെറുത്. ലദീദുൻ എന്ന് പറഞ്ഞാൽ ഡിലീഷ്യസ് ആയിട്ടുള്ള സംഭവം. ജദീദ് എന്ന് പറഞ്ഞാൽ പുതിയത്. കണ്ടോ, ഫീലുൻ എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ഫീലുൻ, കബീറുൻ. ഫീല് എന്ന് പറയുന്നത് ആന എന്ന് പറയുന്നത് കബീറുൻ വലുതാണ്. ഖമീസുൻ ജദീദുൻ, ഷർട്ട് എന്താണ്? പുതിയതാണ്. ഹലീബുൻ ലദീദുൻ, ഹലീബ് നല്ല ഡിലീഷ്യസ് ആണ്. ദീകുൻ സഈറുൻ അല്ലേ, പൂവൻകോഴി ചെറുതാണ്. സഈറുൻ, സാധാരണ പൂവൻകോഴിയൊക്കെ വലുതല്ലേ. ദീകുൻ കബീറുൻ അല്ലേ പറയണ്ടേ അല്ലെ, ചെറിയ പൂവൻകോഴി ആയിട്ടായിരിക്കും. റീസുൻ ജമീലുൻ അല്ലെ, ഭംഗിയുള്ള റീശാണ്, തൂവലാണ് അല്ലെ. ഓക്കെ, റെഡി. അപ്പൊ ഇതെന്താ സാധനം? ഇതെന്താ? ഇത് നമുക്ക് എന്താ എഴുതി കൊടുക്കാം? ദുർറയാണ്. ഇതോ ഖിയാറാണ്. ഇത് യഅസൂബാണ്. ഇത് വർദ്ദാണ്. ഇതെന്താ? അസലാണ്. കണ്ട മക്കളെ, ഇങ്ങനെയും പരീക്ഷയ്ക്ക് ചോദിക്കുക. ചിത്രം തന്നിട്ട് നമ്മളോട് ഇതെന്താ ഇതിന്റെ പേര്, നിങ്ങൾക്ക് അറിയോ, നിങ്ങൾ പഠിച്ചതല്ലേ, ഒന്ന് പറയെന്നൊക്കെ പറയും. അങ്ങനെ പറയുമ്പോൾ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റണം. വി വാണ്ട് ടു റൈറ്റ് ദിസ്. ഓക്കെ, അടുത്ത പേജിലേക്ക് നമ്മൾ പോവാണ്. ഹദിയ അല്ലെ. അൽഹംദുലില്ലാഹ്. ഹദിയ എന്ന് പറഞ്ഞാൽ എന്താ? ഗിഫ്റ്റ് ആണ് അല്ലേ. ഗിഫ്റ്റ്. നമുക്ക് കുറെ ആൾക്കാർ നമ്മൾ അങ്ങോട്ട് ഗിഫ്റ്റ് കൊടുക്കലുണ്ട്.
തരലുണ്ട്, നമുക്ക് ഇങ്ങോട്ട് ഗിഫ്റ്റ് തരലുണ്ട്. അതിനൊക്കെ എന്താ നമ്മൾ പറയുന്നത്? അറബിയിൽ എന്താ നമ്മൾ പറയുന്നത്? ഗിഫ്റ്റിന് ഹദിയ എന്നാണ് പറയുന്നത് അല്ലെ. നമുക്കൊരു ഹദിയ ഒരാൾക്ക് കൊടുക്കാം, ഒരു ഹദിയ ഒരാളടുത്ത് ഇങ്ങോട്ട് വാങ്ങാം, ഒരു ഹദിയ വേറെ ആർക്കെങ്കിലും റെഡി. ഓക്കെ, റെഡി. അപ്പൊ ഇവിടെ കുറെ സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, റെഡി. അസ്സലാമു അലൈക്കും, നമുക്കറിയാം. അസ്സലാമു അലൈക്കും, വഅലൈക്കും അസ്സലാം, ഇതൊക്കെ നമുക്ക് അറിയുന്നത് അല്ലെ. ഉമ്മി ഹദിയ ഹദിയ യാ ബുനയ്യ മിൻ ഐന അല്ലെ. മിൻ ഐന, ഇത് എവിടുന്നാണ്? മിൻ ഐന, ഇത് എവിടുന്നാണ് പറയാണ്. ഉമ്മി, എന്റെ ഉമ്മ. ഹദിയ ഹദിയ, ഗിഫ്റ്റ് ഇതാ. അപ്പൊ യാ ബുനയ്യ മിൻ ഐന, എവിടുന്നാണ്? മിൻ ഐന ഒരു ചോദ്യമാണ്, അത് നമ്മൾ പഠിക്കണേ. മിൻ ജദ്ദിനാ, നമ്മളെ വല്യപ്പന്റെ അടുത്തുനിന്നാണ്. അൽഹംദുലില്ലാ അല്ലെ. ഹദിയ, ഇതാണ് ഇമ്പോർട്ടന്റ്. ഹദിയ എന്ന് പറഞ്ഞാൽ എന്താ? ഗിഫ്റ്റ് ആണ്. ഓക്കെ, റെഡി. അത് കഴിഞ്ഞാൽ അത് പഠിക്കൽ നിർബന്ധമാണ്. ഹദിയ എന്താന്നുള്ളത് പഠിക്കണം. ഓക്കെ, ഇതെന്താ? ബൈത്ത് വർദ്ധത്തുൻ ഹാത്ത ഇവിടെ എടുത്തു കൊടുക്കുക. ഇങ്ങനെ ഇത് വരും പരീക്ഷക്ക്. ഇതേപോലെയുള്ള സാധനം എന്തായാലും പരീക്ഷക്ക് വരും. ഓക്കെ, റെഡി. ഇനി ഇവിടെ നമ്മൾ എന്ത് ചെയ്യാനാണ്? പൂരിപ്പിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. നമുക്ക് എന്ത് ചെയ്ത് പൂരിപ്പിച്ചു കൊടുക്കണം. ഓക്കെ, റെഡി. അടുത്തത് فتح سالم هدي ملابس جميلة قميص أبيض بنطلون أسود معطف أزرق. യെസ്. അപ്പോ കമീസ് എന്ന് പറഞ്ഞാൽ എന്താ? ഷർട്ട്. ബൻതലൂൻ എന്ന് പറഞ്ഞാൽ എന്താ? പാൻസ്. മിഅ്തഫ് എന്ന് പറഞ്ഞാൽ എന്താ? കോട്ട്. ഇത് നമുക്ക് അറിയണം അല്ലെ. ഇനി കളറാണ്. അബിയദ് എന്ന് പറഞ്ഞാൽ എന്താ? വൈറ്റ്. അസ്വദ് എന്ന് പറഞ്ഞാല് ബ്ലാക്ക്. അസ്റഖ് എന്ന് പറഞ്ഞാല് ബ്ലൂ അല്ലെ. ഈ കളറുകളും നമുക്കറിയണം. കമീസ് എന്ന് പറഞ്ഞാൽ ഷർട്ടാണ്. ബൻത്വലൂൻ എന്ന് പറഞ്ഞാൽ പാൻസിനാണ് ബൻത്വലൂൻ എന്ന് പറയാ. മിഅ്തഫുൻ എന്ന് പറഞ്ഞാൽ കോട്ടിനാണ് മിഅ്തഫുൻ എന്ന് പറയാ. അബിയദ് എന്ന് പറഞ്ഞാൽ വൈറ്റ് ആണ്. അതേപോലെ തന്നെ അസ്വദ് ബ്ലാക്ക് ആണ്. ഇത് അവിടെ അടുത്ത പേജിലുണ്ട്. ഇതാ കളേഴ്സ്. ഈ കളേഴ്സ് നമ്മൾ പഠിക്കൽ നിർബന്ധമാണ്. അസ്റഖ് ബ്ലൂ, അബിയദ് വൈറ്റ്, അഹ്മർ റെഡ്, അസ്വദ് ബ്ലാക്ക്, അതേപോലെ തന്നെ അഹ്ലർ ഗ്രീന്, അസ്ഫർ യെല്ലോ. കണ്ടോ ഈ കളറുകൾ അല്ലെ. നീല, വെള്ള, അതേപോലെ തന്നെ ചുവപ്പ്, കറുപ്പ്, പച്ച, മഞ്ഞ, ഈ കളേഴ്സ് നമ്മൾ പഠിക്കൽ നിർബന്ധമുള്ള കാര്യമാണ്. അസ്റഖ്, അബിയദ്, അഹ്മർ, അസ്വദ്, അഹ്ലർ, അസ്ഫർ അല്ലെ. ഈ കളേഴ്സ് നമുക്ക് എന്തായാലും മക്കളെ നമ്മൾ പഠിക്കണം. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ കളേഴ്സ് പരീക്ഷയ്ക്ക് ചോദിക്കുമെന്ന് പറഞ്ഞാൽ ചോദിച്ചിരിക്കും മക്കളെ. ഈ പരീക്ഷയിൽ എന്തായാലും വരും. എൻ്റെ മക്കൾ എന്തായാലും കളേഴ്സ് പഠിച്ചോളൂ. ഈ 6 കളേഴ്സ് എന്തായാലും പഠിക്കണം. ഒന്ന് നോക്കിക്കോ. അസ്റഖ് ബ്ലൂ, അബിയദ് വൈറ്റ്, അഹ്മർ റെഡ്, അസ്വദ് ബ്ലാക്ക്, അഹ്ലർ ഗ്രീൻ ആണ്, അസ്ഫർ യെല്ലോ ആണ്. ഓക്കെ, അണ്ടർസ്റ്റാൻഡ്? യെസ്. ഖമീസ് കണ്ടോ. ഖമീസ് എന്ന് പറഞ്ഞാൽ എന്താ? ഷർട്ട്. അടുത്തത് മിഅ്തഫ് എന്ന് പറഞ്ഞാൽ എന്താ? കോട്ട്. ബൻതലൂൻ എന്ന് പറഞ്ഞാൽ എന്താ? പാൻസ്. ഓക്കെ, റെഡി. ഈ സാധനം എൻ്റെ മക്കൾ എന്ത് ചെയ്യണം? ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പേജ് എൻ്റെ മക്കൾ എന്തായാലും പഠിച്ചിരിക്കണം. പരീക്ഷയ്ക്ക് വരുമെന്ന് പറഞ്ഞാൽ വന്നിരിക്കും. ഓക്കെ, റെഡി. അത് കഴിഞ്ഞിട്ട് നമ്മളോട് ഇതിന് കളർ കൊടുക്കാൻ വേണ്ടി പറയും. ഇതൊക്കെ നമ്മൾ ചെയ്തതാ അല്ലേ. ഓക്കെ, ഇതൊക്കെ നമ്മൾ ചെയ്തതാണ്. ഫി യൗമിൽ ഈദ് എന്നൊക്കെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വസ്സലാം മർഹബൻ മർഹബൻ കൈഫൽ ഹാൽ. ഇതാ ഞാൻ ചോദിച്ചത് കൈഫൽ ഹാൽ. സൈൻ അൽഹംദുലില്ലാ അല്ലേ. കൈഫൽ ഹാൽ, ഹൗ ആർ യു എന്ന് ചോദിക്കുമ്പോൾ സൈൻ അൽഹംദുലില്ലാ. ഓക്കേ ഫൈൻ, എനിക്ക് ഭയങ്കര സുഖം തന്നെ, ഉഷാറാണ് ഞാൻ എന്നൊക്കെ പറയാം അല്ലേ. അത് കഴിഞ്ഞിട്ട് ജലസു ഹൗലൽ മാഇദ അകലു റുസ്, അവർ ചോറൊക്കെ തിന്നുകയാണ്. പിന്നെ ഈ ടേബിളിന്റെ മുകളിൽ എന്തൊക്കെ സാധനങ്ങൾ ഉണ്ട് നോക്കിയിട്ട് നമ്മളോട് പറയാൻ പറയും. കഴിഞ്ഞ പരീക്ഷയിലൊക്കെ നമുക്ക് എന്തുണ്ടായിരുന്നു എന്നറിയോ? ചിത്രങ്ങൾ കൊടുത്തിട്ട് കുട്ടികളെ കൊണ്ട് ഇങ്ങനെ എഴുതി. നിങ്ങൾക്ക് ഓർമ്മയില്ലേ? കുറെ ചിത്രങ്ങൾ തന്നിട്ട് ഒരു 5-6 ചിത്രങ്ങൾ തരും. ആ ചിത്രങ്ങൾ തന്നിട്ട് ഇതെന്താ ഇത് സാറിന് വായിച്ചു കൊടുക്കില്ല, ടീച്ചർക്ക് വായിച്ചു കൊടുക്കുക. തുഫാഹാണ്, ഇത് പിന്നെ അനാനാസ് ആണ്, ഇത് പിന്നെ ഹാഫിലയാണ്, ഇത് മദ്രസയാണ്, ഇത് പിന്നെ തമ്പ്രാണ്, ഇത് റുമ്മാനാണ്, ഇത് പിന്നെ റുസ്സാണ്. കണ്ടോ ഇവിടെ കുറെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലെ. ഇവിടെ തമ്പ്ര കൊടുത്തിട്ടുണ്ട്. തമ്പ്ര എന്ന് പറഞ്ഞാല് കാരക്ക, ഈത്തപ്പഴം. ബബായ കൊടുത്തിട്ടുണ്ട്, അനാനാസ് കൊടുത്തിട്ടുണ്ട്, റുമ്മാന് കൊടുത്തിട്ടുണ്ട്, തുഫാഹ കൊടുത്തിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയണം. ഓക്കെ, റെഡി. ഇവിടെയോ അക്കലു അത്തുഫാഹ്. ഇനി അടുത്തതോ അക്കലു തമ്പ്ര. എവിടെ എഴുതി കൊടുക്കുക? അക്കലു
തംറ്. പിന്നെയോ അക്കലു അനാനാസ്. പിന്നെയോ അടുത്ത എന്താ അക്കലു. ഇവിടെ പിന്നെ അക്കലു എന്ന് എഴുതി കൊടുക്കുക. അക്കലു. അടുത്തൊരു സാധനത്തിന്റെ പേര് പറഞ്ഞേ. തംറ്, അനാനാസ്. പിന്നെ അടുത്ത എന്താ അനാനാസ്, തംറ്. പിന്നെന്താ റുമ്മാന്. അവിടെ റുമ്മാനില്ലായിരുന്നോ? പിന്നെയോ അടുത്ത എന്താ അക്കലു. പിന്നെ അക്കലു എന്ന് എഴുതി കൊടുക്കുക. അക്കലു തുഫാഹ്, അനാനാസ്, ബബായ. ബബായ അല്ലേ? ബബായ. ബബായ അല്ലേ? ബബായ. ഓക്കെ. യെസ്. അടുത്തത് നെക്സ്റ്റിലേക്ക് നമ്മൾ പോവാണ്. അർസല സാലിമ സൂറത്ത് അല്ലേ? അപ്പോൾ ഫോട്ടോ എടുക്കുകയാണ്, എന്നിട്ട് ആ ഫോട്ടോ അയച്ചു കൊടുക്കുകയാണ് അല്ലേ? യെസ്. ഇതൊക്കെ നമുക്കറിയാം, ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി നമ്മളോട് ജോയിൻ ചെയ്യാൻ വേണ്ടി പറയാണ്. വാഹിദ്, വാഹിദ്, ഇസ്നാൻ, സലാസ, അർബഅ എടുത്തു. അർബഅ. ഓ മൈ ഗോഡ്, വാട്ട് ഈസ് ദാറ്റ്? അർബഅ, ഖംസ, സിത്ത. അതേപോലെ തന്നെ സബ്അ. ഇവിടെ സബ്അ, സബ്അ, സബ്അ. ഓ മൈ ഗോഡ്, സബ്അ. ഓക്കേ. യെസ്. സമാനിയ എടുത്തു. സമാനിയ, സമാനിയ സമാനിയ. തിസ്അ എടുത്തു. തിസ്അ. അശ്റ. ലാസ്റ്റ് അശ്റ അല്ലേ? അത് കുറച്ച് അങ്ങോട്ട് ഇങ്ങോട്ട് ഇവിടെ മാറിപ്പോയിട്ടുണ്ട്, ശ്രദ്ധിക്കണേ. സബ്അ മയച്ചാളല്ലേ? കൺഫ്യൂഷൻ ആവോ? നമുക്ക് അറിയുന്നല്ലേ? എണ്ണ എന്തായാലും അറിയണം കേട്ടോ. എണ്ണ എന്തായാലും എഴുതാൻ വേണ്ടി അറിയണേ, നിർബന്ധമുള്ള കാര്യമാണ്. വാഹിദ്, ഇസ്നാൻ, സലാസ അല്ലേ? വാഹിദ്, ഇസ്നാൻ, സലാസ, അർബഅ, ഖംസ, സിത്ത, സബ്അ, സമാനിയ, തിസ്അ, അശ്റ അല്ലേ? നമുക്ക് അറിയണം, എഴുതാൻ വേണ്ടിയിട്ട് അറിയണം. അതേപോലെ തന്നെ കളേഴ്സ് ഇതും നമുക്ക് അറിയണം. അസ്ഫർ യെല്ലോ, അഹ്ലർ ഗ്രീന്, അബിയദ് വൈറ്റ്, അസ്ഫദ് റെഡ്, അസ്ഫദ് ബ്ലാക്ക്, അസ്റഖ് ബ്ലൂ, അഹ്മർ റെഡ്. ഇത് നമുക്ക് അറിയണം. യെസ് ഗൈസ്. അതിപ്പോൾ ഇതുപോലെ യോജിപ്പിക്കാനൊക്കെ ഉണ്ട്. പിന്നെ ഇത് അവിടെ കുറെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മക്കളെ, കുറച്ച് കാര്യങ്ങൾ ഇപ്രാവശ്യം നമുക്ക് പഠിക്കാനുള്ളൂ. കുറച്ച് കാര്യങ്ങൾ അല്ലേ? വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, ഞാൻ ഇമ്പോർട്ടൻ്റ് ആയി എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എൻ്റെ മക്കൾ എന്തായാലും പഠിച്ചിരിക്കണം. കളേഴ്സ് എന്തായാലും പഠിച്ചിരിക്കണം. 1 മുതൽ 10 വരെ എണ്ണാൻ എന്തായാലും അറിയണം, എഴുതാൻ അറിയണം, അക്കത്തിൽ എഴുതാൻ അറിയണം. പിന്നെ നമ്മൾ ഈ ടെക്സ്റ്റ് ബുക്കിൽ ഒരുപാട് പേരുകൾ പഠിക്കുന്നുണ്ട് ഇല്ലേ? പിന്നെ നിങ്ങളുടെ വർക്ക് ബുക്കിൽ കുറച്ച് വർക്കുകൾ ഉണ്ട്, അതൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കണം. ചെയ്ത വർക്കുകൾ തന്നെ ഒന്നുകൂടെ ഒന്നൊക്കെ ചെയ്ത് നോക്കി. എഴുതിയത് എഴുതി തന്നെ പഠിക്കണം. ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ എന്തൊക്കെ സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട് അതൊക്കെ ഒരു ബുക്കിൽ ഇങ്ങനെ എഴുതി പഠിച്ചോ. നിങ്ങൾ അറബി ബുക്കിലെ വേറെ ഏതെങ്കിലും ഒരു ബുക്ക് എടുത്തിട്ട് എഴുതി പഠിക്കണം കേട്ടോ. അപ്പൊ ഉഷാറായിട്ട് അടിപൊളിയായിട്ട് ഫുൾ മാർക്കിന്റെ മക്കൾക്ക് അറബി പരീക്ഷ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടും. ഇതേപോലെ അറബി പരീക്ഷന്റെ മാത്രമല്ല, എല്ലാ പരീക്ഷന്റെയും വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്, ഇമ്പോർട്ടന്റ് പാർട്സ് ചെയ്യുന്നുണ്ട്. അതൊക്കെ കാണണം, ഉഷാറാക്കണം, സെറ്റ് ആക്കണം, ഫുൾ മാർക്ക് എല്ലാവരും സ്കോർ ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. അസ്സലാമു അലൈക്കും.